ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. കോമ്പറ്റിറ്റീവ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഇന്നലത്തെ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ആൻസർ കീയാണ്. ഇന്നലെ തന്നെ കുറച്ച് ചെയ്തിരുന്നു, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. മുഴുവൻ ചെയ്യാതിരിക്കാൻ കാരണം ചില ക്വസ്റ്റ്യൻസിലൊക്കെ ഡൗട്ട് വന്നു. അപ്പോൾ ശരിയായിട്ട് ചെയ്തിട്ട് മാത്രം ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ബാക്കി അവിടെ മാറ്റി വെച്ചത്. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ആൻസർ കീ തരുന്നതാണ്. First one, which of the following is not investigated during donor selection in blood bank? Option C ആണ് കറക്റ്റ്. റിലേഷൻഷിപ്പ് വിത്ത് പേഷ്യൻറ്റ് എന്നുള്ളത്. HB, വെയ്റ്റ് ഓഫ് ദി ഡോണർ, പൾസ്, ഇതെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. നോക്കാത്തത് ബ്ലഡ് ബാങ്കിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ നോക്കാത്തത് റിലേഷൻഷിപ്പ് വിത്ത് പേഷ്യൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാക്വറ്റൈനർ വിത്ത് റെഡ് ടോപ്പ് കണ്ടെയ്നിങ്. ഓപ്ഷൻ എ ഹെപ്പാരിൻ, ഓപ്ഷൻ ബി EDT, ഓപ്ഷൻ സി ആൻറ്റി കൊയാഗുലൻ്റ്, ഓപ്ഷൻ ഡി സോഡിയം സിട്രേറ്റ്. ഏതാണ്? നോ ആൻറ്റി കൊയാഗുലൻ്റ് എന്നുള്ള ഓപ്ഷൻ സി ആണ് കറക്റ്റ്. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ആൻറ്റി കൊയാഗുലൻ്റ് ഇൻഹിബിറ്റ് ത്രോംബിൻ? ഓപ്ഷൻ എ ഡബിൾ ഓക്സലേറ്റ്, ബി EDTA, സി സിട്രേറ്റ്, ഡി ഹെപ്പാരിൻ. ത്രോംബിൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഡി ആണ്, ഓപ്ഷൻ ഡി ഹെപ്പാരിൻ. Fourth question, for CBC blood is collected with anticoagulant. Option A, no anticoagulant is used. B, sodium citrate, C, EDTA, D, double oxalate. CBCക്ക് യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ്, EDTA. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. കൗട്ടർ കൗണ്ടർ ഈസ് യൂസ്ഡ് ഫോർ. ഓപ്ഷൻ എ ESR ഡിറ്റർമിനേഷൻ, ബി പ്രോത്രോംബിൻ ടൈം, സി CBC, ഡി ബ്ലഡ് സ്മിയർ പ്രിപ്പറേഷൻ. ഓപ്ഷൻ സി is the correct, CBC. സിക്സ്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ആസിഡ് പ്രസൻറ്റ് ഇൻ ക്രോമിക് ആസിഡ് സൊല്യൂഷൻ ഈസ്. ഓപ്ഷൻ എ ഫോസ്ഫോറിക് ആസിഡ്, ബി നൈട്രിക് ആസിഡ്, സി ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഡി സൾഫ്യൂരിക് ആസിഡ്. ക്രോമിക് ആസിഡിലുണ്ടായിരിക്കുക സൾഫ്യൂരിക് ആസിഡാണ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. സെവൻത്ത് ക്വസ്റ്റ്യൻ, ബിയർ ലാംബർട്ട് ലോ ഈസ് അപ്ലൈഡ് ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ്. എ മൈക്രോസ്കോപ്പ്, ബി കലോറിമീറ്റർ, സി pH മീറ്റർ, ഡി ഇൻകുബേറ്റർ. കലോറിമീറ്ററിലാണ് ബിയർ ലാംബർട്ട് ലോ അപ്ലൈ ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. എയ്ത്ത് ക്വസ്റ്റ്യൻ, ലബോറട്ടറി ഇൻകുബേറ്റർ ഈസ് യൂഷ്വലി സെറ്റ് വിത്ത് എ ടെമ്പറേച്ചർ ഓഫ്. ഏതാണ്? നമ്മൾ പഠിച്ചു വെച്ചതാണ്, ഓപ്ഷൻ ഡി 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്നുള്ളതാണ് കറക്റ്റ്. Next question, which type of the cells present in a healthy adult has 3 lakhs per cubic millimeter of blood? അതിൽ RBC എല്ലാം നമുക്ക് ഉറപ്പിക്കാം. ന്യൂട്രോഫിൽസ്, അഗ്രാനുലോസൈറ്റ് ഇവ തൗസൻഡ്സേ വരുന്നുള്ളൂ, അതും അല്ല. പിന്നെ ഏതാണ്? ബി പ്ലേറ്റ്ലെറ്റ് ആണ്. പ്ലേറ്റ്ലെറ്റ് കൗണ്ടാണ് 3 lakhs per cubic millimeter വരുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്, പ്ലേറ്റ്ലെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ലീഷ്മാൻ സ്റ്റെയിൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. നമുക്കറിയാം ലീഷ്മാൻ സ്റ്റെയിനൊക്കെ റോമനോവ്സ്കി സ്റ്റെയിൻ വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ എ റോമനോവ്സ്കി സ്റ്റെയിൻ, ബി അസിഡിക് സ്റ്റെയിൻ, സി ബേസിക് സ്റ്റെയിൻ, ഡി സൂപ്രാവൈറ്റൽ സ്റ്റെയിൻ. അപ്പോൾ അതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 11th ക്വസ്റ്റ്യൻ, RBCs ആർ ലൈസ്ഡ് ബൈ അസറ്റിക് ആസിഡ്. ഓപ്ഷൻ എ പൈലറ്റ്സ് ഫ്ലൂയിഡ്, ബി ഹിങ്കൽമാൻസ് ഫ്ലൂയിഡ്, സി ടാർക്സ് ഫ്ലൂയിഡ്, ഡി ഡാസിസ് ഫ്ലൂയിഡ്. ഏതാണ്? പൈലറ്റ്സ് ഫ്ലൂയിഡ് ആണ്, ഓപ്ഷൻ എ. 12th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻഫ്ലേമബിൾ കെമിക്കൽ? ഓപ്ഷൻ എ സൈലീൻ, ബി ക്ലോറോഫോം, സി ആൽക്കഹോൾ, ഡി ഓൾ ഓഫ് 3. അതിൽ ബാക്കി അതിലുള്ള മൂന്നും എന്താണ്? ഇൻഫ്ലേമബിൾ ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ, ഓൾ ദി 3. 13th one, reverse osmosis is used to prepare A disinfectants, B deionized water, C distilled water, D none of these. റിവേഴ്സ് ഓസ്മോസിസ് ഉപയോഗിക്കുന്നത് ബി ഡീഅയണൈസ്ഡ് വാട്ടർ ആണ്, വാട്ടർ പ്യൂരിഫിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത്. 14th ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഫോർ എ കെമിക്കൽ ദാറ്റ് ഈസ് കെപ്റ്റ് അണ്ടർ വാട്ടർ. ഓപ്ഷൻ എ സോഡിയം, ബി പിക്രിക് ആസിഡ്, സി കാൽഷ്യം കാർബണേറ്റ്, ഡി സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, പിക്രിക് ആസിഡാണ് നമ്മൾ വാട്ടറിൻ്റെ താഴെ വെച്ചിട്ട് കീപ്പ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സെൻട്രിഫ്യൂജ്ഡ് ബ്ലഡ് സാമ്പിൾ WBC അപ്പിയർ എ ആസ് എ ടോപ്പ് ലെയർ, ബി ആസ് എ ബോട്ടം ലെയർ, സി ബിറ്റ്വീൻ RBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്, ഡി ബിലോ ദ പ്ലാസ്മ ആൻഡ് അബോവ് ദി പ്ലേറ്റ്ലെറ്റ്. ഏതായിരിക്കും കറക്റ്റ്? ഓപ്ഷൻ സി അല്ലേ, ബിറ്റ്വീൻ RBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്. ഇതിൻ്റെ ഒരു വെയിറ്റ് WBCയുടെ ഒരു വെയിറ്റും സൈസും ഒക്കെ പറയുകയാണെങ്കിൽ നമുക്കറിയാം RBCനേക്കാളും ചെറുതാണ്
പ്ലേറ്റ്ലേറ്റിനേക്കാളും വലുതുമായിരിക്കും വെയിറ്റൊക്കെ. സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ബിറ്റ്വീൻ RBC ആൻഡ് പ്ലേറ്റ്ലേറ്റ്. Next, 16th question. Reticulocytes are A. Immature RBC, B. Immature WBC, C. Antibody producing cells, D. Cells help in blood clotting. ഏതാണ്? ഇമ്മച്വർ RBC ആണ് റെറ്റിക്കുലോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെങ്ത് ഓഫ് വെസ്റ്റഗ്രൻസ് പിപ്പറ്റീസ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ VHSCൻ്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിച്ചിട്ടുള്ള 30 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ ഇവിടുത്തെ കൊടുത്ത ആൻസർ വെച്ചിട്ട് A 100 സെൻറ്റിമീറ്റർ, B 10 സെൻറ്റിമീറ്റർ, C 100 മില്ലിമീറ്റർ, D 300 മില്ലിമീറ്റർ. 300 മില്ലിമീറ്റർ ഈസ് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ. സോ ഓപ്ഷൻ D ആണ് കറക്റ്റ്, 300 മില്ലിമീറ്റർ. 18th question. Which of the following is used to keep chemical free from water? കെമിക്കൽസ് വാട്ടർ ഇല്ലാതെ കീപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഏതാണ്? ഡെസിക്കേറ്റേഴ്സ് ആണ്. ഓപ്ഷൻസ് നോക്കാം. A ഹോട്ട് എയർ ഓവൻ, B ഡെസിക്കേറ്റേഴ്സ്, C ഇൻകുബേറ്റർ, D സീഡ്സ് ഫിൽറ്റർ. അപ്പോൾ ഓപ്ഷൻ B അതിലുണ്ട്, ഡെസിക്കേറ്റർ എന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്ലീച്ചിങ് പൗഡർ ഈസ് പ്രിപ്പയർഡ് ഫ്രം. ഓപ്ഷൻ A ബെൻസാൾഡിഹൈഡ്, B ഗ്ലൂട്ടറാൾഡിഹൈഡ്, C ഹൈപ്പോക്ലോറൈറ്റ്, D സോഡിയം ക്ലോറൈഡ്. നമുക്കറിയാം ബ്ലീച്ചിങ് പൗഡറിൽ എന്താ ഉള്ളത്? ഹൈപ്പോക്ലോറൈറ്റ് ആണ്. 20th question. സൊല്യൂഷൻ ഇൻ വിച്ച് നോ മോർ സാൾട്ട് ഈസ് ആബിൾ ടു ഡിസോൾവ്. ഇത് ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് എന്ന് നമ്മൾ പറയുമെന്നുള്ളത്. ഓപ്ഷൻസ് നോക്കാം. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, B പെർസെൻറ്റ് സൊല്യൂഷൻ, C മോളാർ സൊല്യൂഷൻ, D സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷനിലേക്ക് ഇനി സാൾട്ട് ഡിസോൾവ് ചെയ്യില്ലെങ്കിൽ അതിൻ്റെ പേരെന്താണ്? സാച്ചുറേറ്റഡ് സൊല്യൂഷനാണ്. ഓപ്ഷൻ A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹോസ്പിറ്റൽ വേസ്റ്റ് ലൈക്ക് യൂസ്ഡ് സിറിഞ്ച്, നീഡിൽ എക്സെട്ര ആർ സ്റ്റോർഡ് ഇൻ വിച്ച് കളേർഡ് ബിൻ എന്നാണ് ചോദ്യം. അതിൽ സിറിഞ്ച്, നീഡിൽ ഇവ രണ്ടും രണ്ട് കളറിൽ ഉള്ളതിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. കാരണം സിറിഞ്ച് നമ്മൾ റെഡിലും നീഡിൽ ബ്ലൂവിലുമാണ് സ്റ്റോർ ചെയ്യുക. പക്ഷെ ഇവിടെ സിറിഞ്ച് നീഡിൽ എന്ന് ഒറ്റയടിക്ക് ചോദിച്ചുകൊണ്ട് നമുക്കവിടെ വൈറ്റ് എന്ന് കൊടുക്കേണ്ടി വരും. സിറിഞ്ച് നീഡിൽ എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് C വൈറ്റ് തന്നെയാണ്. അപ്പോൾ ആൻസർ C വൈറ്റ് എന്നായിരിക്കും. ദെൻ 22. ABO blood group system was introduced by A. Antony van Leeuwenhoek, B. Robert Frost, C. Louis Pasteur, D. Carl Landsteiner. ഇത് ആർക്കും അറിയുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ D ആണ് കറക്റ്റ്, കാൾ ലാൻഡ്സ്റ്റൈനർ. 23. In ACD solution, erythrocytes get energy from. ACD സൊല്യൂഷനിൽ ഡെക്സ്ട്രോസ് ഉള്ളതുകൊണ്ട് അവിടെ എന്താണ്? ഗ്ലൂക്കോസിൻ്റെ മറ്റൊരു ഫോമാണ് അല്ലേ, ഐസോമറാണ് ഡെക്സ്ട്രോസ്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ A ഗ്ലൂക്കോസ്, B സിട്രിക് ആസിഡ്, C സിട്രേറ്റ്, D ഹീമോഗ്ലോബിൻ എന്നുള്ള ഓപ്ഷനിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഓപ്ഷൻ A ഗ്ലൂക്കോസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൾട്ടിപ്പിൾ മയലോമ പേഷ്യൻ്റ് ഷോസ് A ഹീമോഗ്ലോബിനൂറിയ, B ആൽക്കാപ്റ്റോണൂറിയ, C മൈലോഗ്ലോബിനൂറിയ, D ബെൻസ് ജോൺ പ്രോട്ടീനൂറിയ. ഏതാണ്? ബെൻസ് ജോൺസ് പ്രോട്ടീനൂറിയയാണ്. ഇതാണ് മൾട്ടിപ്പിൾ മയലോമയ്ക്ക് ടെസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നത്. സോ മൾട്ടിപ്പിൾ മയലോമ പേഷ്യൻ്റ് ഷോസ് ഓപ്ഷൻ D ബെൻസ് ജോൺസ് പ്രോട്ടീനൂറിയ. 25th question. റഫറൻസ് വാല്യൂ ഓഫ് ക്രിയേറ്റിനിൻ ക്ലിയറൻസ് ഇൻ ഫീമെയിൽ. ഓപ്ഷൻ A 120 to 160 milliliter per minute, ഓപ്ഷൻ B 80 to 115 milliliter per minute, C 75 milliliter per minute, D 15 to 40 milliliter per minute. ഓപ്ഷൻ B is correct, 80 to 115 milliliter per minute. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ട്യൂമർ മാർക്കർ ഓഫ് ഒവേറിയൻ ക്യാൻസർ ഈസ്. ഒവേറിയൻ ക്യാൻസറിൽ ട്യൂമർ മാർക്കറായിട്ട് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ A T24, B CEA, C CA 19.9, D CA 125. ഓപ്ഷൻ D ആണ് കറക്റ്റ്, CA 125. 27th question. Dry chemistry system. The reaction is measured by. ഡ്രൈ കെമിസ്ട്രി സിസ്റ്റത്തിൽ റിയാക്ഷൻ മെഷർ ചെയ്യുന്നത് എന്തിലാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ A ഫ്ലോ സൈറ്റോമെട്രി, B എമിഷൻ സ്പെക്ട്രോസ്കോപ്പി, C റിഫ്ലക്റ്റൻസ് സ്പെക്ട്രോഫോട്ടോമെട്രി, D നെഫാലോമെട്രി. ഓപ്ഷൻ C ആണ് കറക്റ്റ്, റിഫ്ലക്റ്റൻസ് സ്പെക്ട്രോഫോട്ടോമെട്രി. 28th question. Lieberman-Burchard reaction is related to A sugar, B albumin, C creatinine, D cholesterol. Lieberman-Burchard reaction റിലേറ്റ് ചെയ്യുന്നത് കൊളസ്ട്രോളുമായിട്ടാണ്. സോ ഓപ്ഷൻ D is the correct. 29th question. കോൺ സിൻഡ്രോം ഈസ്. കോൺ സിൻഡ്രോം നമ്മൾ
ഹോർമോണിൻ്റെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ഹൈപ്പർ ആൾഡോസ്റ്റിറോണിസം, ബി ഹൈപ്പർ തൈറോയിഡിസം, സി ഹൈപ്പോ തൈറോയിഡിസം, ഡി ഹൈപ്പോ പിറ്റ്യൂട്ടറിസം. കറക്റ്റ് ആൻസർ ഹൈപ്പർ ആൾഡോസ്റ്റിറോണിസമാണ്. ഓപ്ഷൻ എ ആണ് കോൺ സിൻഡ്രോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ പി മലേറിയ ഇൻഫെക്ഷൻ ഇൻഫെക്റ്റഡ് ആർ ബി സി ഷോസ്, അതായത് പ്ലാസ്മോഡിയം മലേറിയയെ ഇൻഫെക്റ്റ് ചെയ്താൽ ആർ ബി സി കാണുന്നത്. ഓപ്ഷൻ എ ജെയിംസ് ഡോട്ട്സ്, ബി മൗറേഴ്സ് ഡോട്ട്സ്, സി സെയ്മാൻസ് ഡോട്ട്സ്, ഡി ഷഫ്നേഴ്സ് ഡോട്ട്സ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്, സെയ്മാൻസ് ഡോട്ട്സ്. 31th question. An example of clearing agent used for tissue processing in histopathology laboratory is. Option A cedar wood oil, B ethanol, C paraffin wax, D isopropyl alcohol. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സെഡാർ വുഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. 32. Cold acetone is an example of A nuclear fixative, B vapor fixative, C histochemical fixative, D cytoplasmic fixative. Cold acetone is a histochemical fixative. Option C is correct. 33. In case of blood glucose estimation, delay in separation of serum from blood results in. Option A high glucose level, B low glucose level, C no change, D none of the above. ഗ്ലൂക്കോസ് എസ്റ്റിമേഷനിൽ ബ്ലഡിൽ നിന്നും സിറം സെപ്പറേറ്റ് ചെയ്യാൻ ഡിലേ വന്നാൽ എന്ത് സംഭവിക്കും? ആർ ബി സീസ് ഒക്കെ ഗ്ലൂക്കോസ് ഉപയോഗിക്കാൻ തുടങ്ങും, അതുകൊണ്ട് ഗ്ലൂക്കോസിൻ്റെ ലെവൽ ലോ ആവും. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ്, ലോ ഗ്ലൂക്കോസ് ലെവൽ. 34th question. In diabetes mellitus, fruit odor of urine is due to the presence of. Option A glucose, B protein, C pus cells, D acetone. Option D is the correct, acetone. 35th. Sbash reagent is A picric acid and citric acid, B acetic acid and picric acid, C acetic acid and citric acid, D none of the above. ഓപ്ഷൻ എ ആണ് കറക്റ്റ്, പിക്രിക് ആസിഡും സിട്രിക് ആസിഡും കൂടെയാണ് എസ്ബാഷ് റിയേജൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് യൂസ്ഡ് ആസ് പ്രിസർവേറ്റീവ് ഇൻ മേയേഴ്സ് ഹെമറ്റോസൈലിൻ സ്റ്റെയിൻ. ഓപ്ഷൻ എ സോഡിയം അസൈഡ്, ബി സോഡിയം അയഡേറ്റ്, സി ഗ്ലിസറോൾ, ഡി ക്ലോറൽ ഹൈഡ്രേറ്റ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, ക്ലോറൽ ഹൈഡ്രേറ്റ്. 37. സ്റ്റെയിൻ യൂസ്ഡ് ഫോർ ഹോർമോൺ ഇവാലുവേഷൻ ഇൻ സൈറ്റോളജി ഈസ്. സൈറ്റോളജിയിൽ ഹോർമോണൽ ഇവാലുവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏത് സ്റ്റെയിനാണ്? ഓപ്ഷൻ എ ക്രിസൈൽ വയലറ്റ്, ബി ഷോർസ് സ്റ്റെയിൻ, സി അസറ്റിക് ഓറിസൈൻ, ഡി എച്ച് ആൻഡ് ഇ സ്റ്റെയിൻ. ബി ആണ് കറക്റ്റ്, ഷോർസ് സ്റ്റെയിൻ. 38th question. Routinely used cytological fixative is A carbovax, B carnoise fixative, C 10% formalin, D 95% ethanol ether mixture. ഇതാണ് കറക്റ്റ് ആൻസർ. റൂട്ടിലിന് യൂസ്ഡ് സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ് എന്ന് പറയുന്നത് 95% എത്തനോൾ ഈതർ മിക്സ്ചറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിയേജൻറ്റ് ഫോർ ഓക്സിഡൈസ് റിയാക്ഷൻ ഓഫ് ബാക്ടീരിയ ഈസ്. ഓപ്ഷൻ എ പി ഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ്, ബി നെസ്ലേസ് റിയേജൻറ്റ്, സി ആൽഫ നാഫ്തോളിൻ എത്തനോൾ, ഡി ടെട്രാമീഥൈൽ പി ഫിനൈലീൻ ഡയമീൻ ഹൈഡ്രോക്ലോറൈഡ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, ടെട്രാമീഥൈൽ പി ഫിനൈലീൻ ഡയമീൻ ഹൈഡ്രോക്ലോറൈഡ് ആണ് ഓക്സിഡൈസ് റിയാക്ഷൻ ഓഫ് ബാക്ടീരിയക്ക് റിയേജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ. ആസിഡ് ഫാസ്റ്റ്നെസ് ഓഫ് ബാക്ടീരിയ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്. ഓപ്ഷൻ എ മൈക്കോളിക് ആസിഡ്, ബി ഫ്ലാജലിൻ, സി കാർബോക്സിലിക് ആസിഡ്, ഡി സ്ലൈം ലെയർ. ഓപ്ഷൻ എ ആണ് മൈക്കോളിക് ആസിഡ് ഉള്ളതുകൊണ്ടാണ് ആസിഡ് ഫാസ്റ്റ്നെസ് ഓഫ് ബാക്ടീരിയ നടക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ പാരസൈറ്റ് ഓഫ് ബെനൈൻ ടേർഷ്യൻ മലേറിയ ഈസ്. ഓപ്ഷൻ എ പി ഓവൈൽ, പ്ലാസ്മോഡിയം ഓവൈൽ, ബി പ്ലാസ്മോഡിയം വൈവാക്സ്, സി പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, ഡി പ്ലാസ്മോഡിയം മലേറിയെ. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് ബെനൈൻ ടെർഷ്യൻ മലേറിയ വരുന്നത്. 42. കീറ്റോണൂറിയ ഈസ് സീൻ ഇൻ. ഓപ്ഷൻ എ ഡയബറ്റിസ് മെലിറ്റസ്, ബി ആൽക്കലോസിസ്, സി വോൺ ജിയർക്കീസ് ഡിസീസ്, ഡി ഓൾ ദി അബോവ്. ഡയബറ്റിസ് മെലിറ്റസ് ആണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കീറ്റോണൂറിയ കാണുന്നത് ഡയബറ്റിസ് മെലിറ്റസിലാണ്. 43. HbA1c level reveals the mean glucose level over a period of. Option A previous 12 to 14 week, B previous 8 to 10 weeks, C previous 2 to 3 weeks, D previous 5 to 10 days.
ശരിക്കും ആൻസർ എന്ന് പറയുന്നത് പ്രീവിയസ് 3 months ആണ്. പക്ഷേ ഇവിടെ കൊടുത്തിട്ടുള്ളത് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരിക. പ്രീവിയസ് 12 to 14 വീക്ക് 3 month വരുന്നത് അല്ലേ. 44th question, renal threshold of glucose is ഓപ്ഷൻ എ 120 mg/%, ബി 80 mg/%, സി 180 mg/%, ഡി 140 mg/%. ഓപ്ഷൻ സി കറക്റ്റ് 180 mg%. 45 Chinese letter pattern is a characteristic feature of A. Vibrios, B. Corynebacteria, C. Spirilla, D. Streptococcus. Option B ആണ് കറക്റ്റ്, Corynebacteria. Next one, 46th question, holding period of hot air oven is option A 120 degrees Celsius for 15 minutes, B 72 degrees Celsius for 15 to 20 seconds, C 160 degrees Celsius for 1 hour, D 160 degrees Celsius for 15 minutes. Option C ആണ് correct, 160 degrees Celsius for 1 hour. 47, an example of indicator culture medium is ഓപ്ഷൻ എ സ്റ്റുവാർട്ട്സ് മീഡിയം, ബി മക്ലിയോഡ് മീഡിയം, സി RCM, ഡി VR മീഡിയം. ഇതിൽ VHSCയുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് മക്ലിയോഡ് കാണാൻ പറ്റില്ല, മക്കോങ്കീസ് ആണ് കാണുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, മക്ലിയോഡ്സ് മീഡിയം. 48, enzyme that shows marked increase in obstructive liver disease is ഓപ്ഷൻ എ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്, ബി ക്രിയേറ്റിനിൻ കൈനേസ്, സി ലാക്ടേറ്റ് ഹൈഡ്രോജിനേസ്, ഡി അലനൈൻ അമിനോ ട്രാൻസ്ഫറേസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്. ഇതിൻ്റെ ഇൻക്രീസാണ് നമുക്ക് ഒബ്സ്ട്രക്റ്റീവ് ലിവർ ഡിസീസിൽ നന്നായിട്ട് കാണാൻ പറ്റുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, നോൺ എൻസൈമാറ്റിക് അഡീഷൻ ഓഫ് എനി ഷുഗർ ടു പ്രോട്ടീൻ ഈസ് കാൾഡ്. ഓപ്ഷൻ എ ഗ്ലൈക്കോസിലേഷൻ, ബി ഗ്ലൈക്കോജനേഷൻ, സി ഗ്ലൈക്കേഷൻ, ഡി ഗ്ലൈക്കോളിസിസ്. ചിലരെങ്കിലും തെറ്റിച്ചിട്ട് ഗ്ലൈക്കോസൈലേഷൻ എന്ന് എഴുതിയിട്ടുണ്ടാവും, പക്ഷേ ഗ്ലൈക്കേഷനാണ്. നോൺ എൻസൈമാറ്റിക് ആയിട്ടുള്ള ഗ്ലൈക്കോസിലേഷനെയാണ് ഗ്ലൈക്കേഷൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഗ്ലൈക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെസ്റ്റ് ടു ദി അസസ് എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ഓഫ് ലിവർ ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻ എ കാർഡിയാക് ഗ്രീൻ ടെസ്റ്റ്, ബി PSP ടെസ്റ്റ്, സി SGOT എസ്റ്റിമേഷൻ, ഡി സിറം ബിലിറൂബിൻ. ഇതിൽ സിറം ബിലിറൂബിനാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി സിറം ബിലിറൂബിൻ. അടുത്ത ക്വസ്റ്റ്യൻ മുതൽ നമ്മുടെ ഏരിയ വിട്ടു, MLT എന്നുള്ള പാർട്ട് കഴിഞ്ഞു. ഇനി മുതൽ ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് ഫിസിക്സിലാണ് വരുന്നത്. ദ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഈസ് 30 days. വാട്ട് ഈസ് ദ ടൈം ഫോർ 3/4 ഓഫ് ദി ഒറിജിനൽ മാസ് ടു ഡിസിൻറ്റഗ്രേറ്റ്. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, 60 days ആണ് വരിക. 1/2 കഴിയാൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ 30 days ആണെങ്കിൽ 3/4 60 days, വീണ്ടും 30 + 30. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 lenses of powers +6D and -2D are combined. The focal length of the combination is ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, 0.25 meter. 53, if the input frequency is 50 Hz, what is the output frequency in a full wave rectifier? ഓപ്ഷൻ സി ആണ് കറക്റ്റ്, 100 Hz. 54, what is the force needed to lift a car if a force of 50 Newton is applied to the smaller piston of radius 5 cm? The radius of the larger piston is 15 cm. Option B ആണ് കറക്റ്റ്, 450 Newton. 55, the resistance of the carbon resistor with color code red, yellow, red, gold is option B ആണ്, range from 2280 ohm to 2520 ohm. അടുത്ത ക്വസ്റ്റ്യൻ, the capacitance of a parallel plate capacitor is 10 mu F. What happens to the capacitance if the distance between the plates is reduced by half and the medium between the plates is filled with a medium of dielectric constant 6. ഓപ്ഷൻ സി ആണ് കറക്റ്റ്, 120 mu F. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോഡി വെയ്സ് 50 Newton on the surface of the earth. What is the gravitational force on it due to the earth at a height equal to half the radius of the earth? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, 0. 58, which of the following is correct for an adiabatic process? 1, no heat exchange between system and surrounding. 2, no temperature change. 3, slow process. 4, fast process. അഡിയബാറ്റിക് എന്ന് പറയുമ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല, ഫാസ്റ്റ് പ്രോസസ്സുമാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ 1 and 4 is the correct answer.
59. At which distance from the mean position is the kinetic energy in a simple harmonic oscillator equal to potential energy? Option A ആണ് A by root 2. Next one, if the percentage error in radius is 1% and the percentage error in length is 3%, what is the percentage error in calculating the volume of a cylinder? Option D is correct, 5%. A particle moves with velocity 3 meter per second towards east for a time t and with velocity 2 meter per second for a time 2t along north. Find the average velocity. Option B ആണ് correct, 5/3 meter per second. 62. Find the torque of a force 2I plus 2J plus 5K about the origin. The force act on the particle whose position vector is I less J plus 2K. Option C ആണ് correct, 9I plus J minus 4K. അടുത്ത question, the use of microwaves are: option A used in radar system, B used in electrical heater, C used in medical imaging, D used in fiber optic communication. ഓപ്ഷൻ എ ആണ് കറക്റ്റ്, റഡാറിലാണ് മൈക്രോവേവ്സ് യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ഇൻ റഡാർ സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ 64th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദി ഷണ്ട് റെസിസ്റ്റൻസ് ഇഫ് എ galvanometer is converted to ammeter. The galvanometer resistance is 10 ohm and it requires 5% of the main current as the current for full scale deflection. Option A ആണ് correct, 10/19 ohm. 65. The value of bore radius is, bore radiusന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് 5.29 into 10⁻⁻11 meter. 66. Which of the following vitamin deficiency causes convulsion? കൺവൽഷൻ കോസ് ചെയ്യുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ B6 ആണ്. 67. Arsenic containing medicine used for the treatment of syphilis is, option D is correct, salvarsan. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടെർലീൻ is a condensation polymer of ethylene glycol and, ഓപ്ഷൻ ബി, ടെറഫ്താലിക് ആസിഡ്. ടെർലീൻ എന്ന് പറയുന്നത് ടെറഫ്താലിക് ആസിഡിൻ്റെയും എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെയും പോളിമറാണ്. 69. ആൻ ആൻറ്റിസെപ്റ്റിക് സോൾഡ് ഇൻ ദ മാർക്കറ്റ് ആസ് പെർഹൈഡ്രോൾ. പെർഹൈഡ്രോൾ രൂപത്തിലുള്ള ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഓപ്ഷൻ ഡി. 70. വിച്ച് അയോൺ ഈസ് റിക്വയർഡ് ഫോർ ദ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. ഇത് നമുക്കറിയാം, കൊയാഗുലേഷൻ ഓഫ് ബ്ലഡിനും മസിൽ കൺട്രാക്ഷനിൽ നെർവ് ഫിസിയോളജിയിൽ എല്ലാം വരുന്ന അയോൺ എന്ന് പറയുന്നത് കാൽഷ്യമാണ്. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. 71. നെയിം ദ ഗ്യാസ് ഫോംഡ് വെൻ കോൺസെൻട്രേഷൻ നൈട്രിക് ആസിഡ് ഈസ് ആഡഡ് ടു കോപ്പർ. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് കോപ്പറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് NO2 ആണ്. ഓപ്ഷൻ എ കറക്റ്റ്. 72. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെക്കൻഡറി സെൽ. ഇതിൽ സെക്കൻഡറി സെൽ എന്ന് പറയുന്നത് ബി ആണ്, നിക്കൽ കാഡ്മിയം സെൽ. മറ്റുള്ളവയെല്ലാം പ്രൈമറി സെല്ലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 73. സ്മോക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. സ്മോക്ക് നമുക്കറിയാം എയറോസോളിൽ വരുന്നതാണ് സ്മോക്ക് ഒക്കെ. നെക്സ്റ്റ് വൺ 74. വിച്ച് അമംഗ് ദി ഫോളോയിങ് എലമെൻറ്റ് ഹാസ് ലാർജസ്റ്റ് അറ്റോമിക് റേഡിയസ്. അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് ബോട്ടം കോർണറിലേക്ക് വരുംതോറും കൂടിക്കൂടി വരും. അപ്പോൾ അതിൽ ഓപ്ഷൻ സി ആണ് പൊട്ടാസ്യം, കെ എന്നുള്ളതാണ്. ഓപ്ഷൻ സി, കെ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 75. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് മോളിക്യൂൾ. ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് മോളിക്യൂൾ ഉള്ളത് ഇതിൽ ഏതിലാണെന്നുള്ളതാണ്. ഓപ്ഷൻ സിയും ബിയും നമുക്കൊരു സംശയമാണ്. സി ആയിരിക്കാനാണ് സാധ്യത. ഓപ്ഷൻ സി, 1 gram H2. Question. The total number of orbitals in an energy level designed by principal quantum number n is equal to. Option B ആണ് correct, n square. 77. Which of the following has lowest pH? Option A, 1 molar HCl. Option B, 0.1 molar HCl. C, 0.01 molar HCl. D, 0.001 molar HCl. അസിഡിറ്റി കൂടുന്തോറും pH എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 1 molar HCl-നാണ് കൂടുതൽ കുറവ് pH ഉണ്ടായിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് അലോയ് കണ്ടെയ്ൻ കോപ്പർ, ടിൻ ആൻഡ് സിങ്ക്. ഇതിൽ കോപ്പർ, ടിന്നും സിങ്കും ആയതുകൊണ്ട് ഗൺ മെറ്റലാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് വൺ, ദ IUPAC നെയിം ഫോർ. താഴെ കാണുന്ന സംയുക്തത്തിൻ്റെ IUPAC നെയിമാണ് പറയുന്നത് ആ കോമ്പൗണ്ടിൻ്റെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്, 4 ഓക്സോ പെൻറ്റനോയിക് ആസിഡ്.
80. Which of the following gives silver mirror with tolerance reagent? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, CH3CHO. ഇതോടെ നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ഏരിയ കഴിഞ്ഞു. ഇനി ബോട്ടണി സുവോളജി ഏരിയ ആണുള്ളത്. അപ്പോൾ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 81. ഫംഗ്ഷൻ ഓഫ് ദ ന്യൂക്ലിയോലസ് ഈസ്. ന്യൂക്ലിയോലസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ബയോസിന്തസിസ് ഓഫ് റൈബോസം. സബ് യൂണിറ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 82. ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മാറ്റ ഒക്കർ അറ്റ് വിച്ച് സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1? അതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഡയാകൈനസിലാണ് കയാസ്മാറ്റ ടെർമിനലൈസേഷൻ നടക്കുന്നത്. 83. ദ പ്രോസസ് ഓഫ് എലൂഷൻ ഡ്യൂറിങ് ഇലക്ട്രോഫോറസിസ് ഈസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് ആർ കട്ട് ഔട്ട് ഫ്രം അഗാറോസ് ജെൽ ആൻഡ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ജെൽ പീസ്. 84. A single-stranded DNA or RNA which is tagged with a radioactive molecule used in molecular diagnosis is known as. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഇത് പ്രോബാണ് അല്ലേ. ഓപ്ഷൻ എ ആണ് പ്രോബ്. അടുത്ത ക്വസ്റ്റ്യൻ. എബിലിറ്റി ഓഫ് എ പ്ലാന്റ് സെൽ ടു ജനറേറ്റ് ആസ് എ ഹോൾ പ്ലാന്റ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ടോട്ടിപൊട്ടൻസി. ഒരു പ്ലാന്റ് സെല്ലിന് മൊത്തം ഒരു പ്ലാന്റായിട്ട് മാറാനുള്ള കഴിവിനെയാണ് ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത്. 86. ഫ്രം ദ ഫോളോയിങ് ഫൈൻഡ് ഔട്ട് ദ സെലക്റ്റബിൾ മാർക്കർ. ഇതിൽ മാർക്കർ എന്ന് പറയുന്നത് നമുക്കറിയാം ഡി ആണ്. ആംപ് എന്നുള്ള AMP, ആംപിസിലിനെ കുറിക്കുന്ന ആംപ് AMP ആണ് കറക്റ്റ്. 87. ഫ്രം ദ ഫോളോയിങ് പ്ലാന്റ്സ് വിച്ച് വൺ ഈസ് ഡയേഷ്യസ് പ്ലാന്റ്. ഡയേഷ്യസ് പ്ലാന്റ് അറിയാലോ, മെയിലും ഫീമെയിലും ഫ്ലവേഴ്സ് സെപ്പറേറ്റ് ആയിട്ടുള്ളത്, സെപ്പറേറ്റ് പ്ലാന്റിലായിട്ടുള്ളത് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഡേറ്റ് പാം. 88. സീഡ്സ് ഓഫ് സെർട്ടൻ ഫ്ലവറിംഗ് പ്ലാന്റ് കണ്ടെയ്ൻ പെരിസ്പേം. വാട്ട് ഈസ് പെരിസ്പേം? പെരിസ്പേമും എൻഡോസ്പേമും മാറിപ്പോവരുത്. പെരിസ്പേം എന്ന് പറയുന്നത് പേഴ്സിസ്റ്റൻ്റ് ന്യൂസെലസ് ആണ്. പേഴ്സിസ്റ്റൻ്റ് ന്യൂസെലസിനെയാണ് പെരിസ്പേം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 89. നെയിം ദ എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഓർക്കിഡ് ആൻഡ് മാംഗോ ട്രീ. ഓർക്കിഡും മാംഗോ ട്രീയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് കമൻസാലിസമാണ്. ഒരാൾക്ക് ഗുണവും മറ്റൊരാൾക്ക് ഗുണവും ദോഷവും ഇല്ലാത്തത് കമൻസാലിസം. 90. നെയിം ദ എക്കോളജിക്കൽ പിരമിഡ് വിച്ച് ഈസ് ആൾവേസ് അപ്രൈറ്റ്. ആൾവേസ് അപ്രൈറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, എനർജി പിരമിഡാണ്. ഇത് +2 ടെക്സ്റ്റിലുള്ള അതേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ. ആൻ ഇൻക്രീസ് ബ്ലഡ് ഫ്ലോ ടു atria of human heart stimulates the release of atrial natriuretic factor will leads to 1. vasodilation, 2. increase GFR, 3. increase urine formation, 4. decrease blood pressure. ഇത് എൻഡോക്രൈൻ സിസ്റ്റം പഠിക്കുമ്പോൾ +2 പഠിക്കണതാണ്. വാസോഡൈലേഷൻ ഡിക്രീസ് ബ്ലഡ് പ്രഷറുമാണ് കറക്റ്റ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 and 4 ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് 92. One of the following organism is not included in the phylum Mollusca. Option A Chaetopleura, option B Aplysia, option C Ophiura, option D Loligo. നമുക്കറിയാം കീറ്റോപ്ലൂറയും അപ്ലൈസിയും ലൊളിഗോയും മൊളസ്കയിലാണ്. സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്, ഒഫിയൂറ. നെക്സ്റ്റ് വൺ. 93. Carbohydrates are not digested in the stomach of human being. The reason for this is. കാർബോഹൈഡ്രേറ്റ്സ് സ്റ്റൊമക്കിൽ ഡൈജസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണ്? പെപ്സിൻ ക്യാൻ ഡൈജസ്റ്റ് ഓൺലി സ്മോൾ അമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് എന്നുള്ളതല്ല. ദർ ആർ നോ കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ്. അത് കറക്റ്റാണ്. സലൈവറി അമൈലേസ് ബിക്കം ഡീനാച്ചുർഡ് ബൈ ദി HCl ഇൻ സ്റ്റൊമക്. ഇതും കറക്റ്റാണ്. സലൈവറി അമൈലേസ് HClൻ്റെ പ്രസൻസിന് ഡീനാച്ചുർ ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ അതിൽ സെക്കൻഡും തേർഡുമാണ് കറക്റ്റ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 2 and 3 ആർ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ QRS കോംപ്ലക്സ് ഇൻ എ ECG ഓഫ് എ മാൻ റെപ്രസെൻറ്റ്. ഒരു ECGയിലെ QRS കോംപ്ലക്സ് നമുക്കറിയുന്നതാണ് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഓപ്ഷൻ എ ആണ് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ. Question number 95. Which factor is not favorable for the formation of oxyhemoglobin in human being? ഓക്സിഹീമോഗ്ലോബിന് ഉണ്ടാവാൻ ഫേവറബിൾ അല്ലാത്തതാണ് ചോദിച്ചത്. ഹൈ PO2, ലോ PCO2, ലോ H ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. ഈ 3 ഓപ്ഷനും കറക്റ്റാണ്. ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. പക്ഷേ ഓപ്ഷൻ സി ആണ് ഇതിൽ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ നോട്ട് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ, ഹൈ ടെമ്പറേച്ചർ. ഓപ്ഷൻ സി ഈസ് കറക്റ്റ് ആൻസർ. 96. നെയിം ദ സെൽസ് വിച്ച്
synthesize and secrete testicular hormones called androgens. ആൻഡ്രോജൻസ് സെക്രീറ്റ് ചെയ്യുന്നത് നമുക്കറിയാം ലേഡിക് സെൽസ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 97 ദ ട്രാൻസ്മിഷൻ ഓഫ് HIV ഇൻഫെക്ഷൻ ഇൻ ഹ്യൂമൻ ബീയിങ് ജനറലി നോട്ട് ഒക്കേഴ്സ്. ഇതിലേത് വഴിയാണ് HIV ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാത്തത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ബൈ ഷെയറിങ് ഇൻഫെക്റ്റഡ് ഇഞ്ചെക്ഷൻ നീഡിൽസ്. ഇത് നമുക്കറിയാം HIV പകരുന്ന സംഭവമാണ്. ഓപ്ഷൻ ബി ഫ്രം ഇൻഫെക്റ്റഡ് മദർ ടു ഹെർ ചൈൽഡ്. മദറിൽ നിന്നും കുട്ടിയിലേക്ക് പകരാം. ഓപ്ഷൻ സി ബൈ ഡ്രിങ്കിങ് വാട്ടർ യൂസിങ് ദ സെയിം ഗ്ലാസ്. ഒരേ ഗ്ലാസ് കൊണ്ട് കുടിച്ചു എന്ന് കരുതിയിട്ട് HIV ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. ഓപ്ഷൻ ഡി ബൈ സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഇൻഫെക്റ്റഡ് പേഴ്സണുമായിട്ട് സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടായാലും HIV പകരുന്നതാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ്, ബൈ ഡ്രിങ്കിങ് വാട്ടർ യൂസിങ് ദി സെയിം ഗ്ലാസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്യൂഡോസീലം ഈസ് ഫൗണ്ട് ഓൺലി ഇൻ അനിമൽസ് ബിലോങ്ങിങ് ടു ദ ഫൈലം. ഏതിലാണ് സ്യൂഡോസീലം ഉള്ളത് എന്ന് നമ്മൾ കറക്റ്റ് അനിമൽ കിങ്ഡം പഠിക്കുന്നതാണ്. ഓപ്ഷൻ ബി ആണ്, ആസ്കൽമിന്തസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ക്രോമസോമൽ ഡിസോർഡർ ഇൻ വിച്ച് ദ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ എക്സ്പ്രസസ് ഗൈനക്കോമാസ്റ്റിയ. ഗൈനക്കോമാസ്റ്റിയ വരുന്നത് ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രോമിലാണ്. XXY എന്ന് വരുന്നതിൽ ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രോം. ഓപ്ഷൻ എ ഡൗൺ സിൻഡ്രോം 21st ട്രൈസോമിയാണ്. ഇതിൽ ഗൈനക്കോമാസ്റ്റിയ വരുന്നില്ല. ടർണേഴ്സ് സിൻഡ്രോം X0 ആണ്. അവിടെയും ഗൈനക്കോമാസ്റ്റിയ വരില്ല. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എയ്ഡ്സിലും ഗൈനക്കോമാസ്റ്റിയ വരുന്നില്ല. സ്ത്രീകളെ പോലെയുള്ള സംഭവം വരുന്നത് ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രോമിലാണ്. XXY വരുന്നിടത്താണ്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഓഫ് DNA ദ സ്ട്രാൻഡ് വിച്ച് ആക്ട് ആസ് എ ടെംപ്ലേറ്റ് ഫോർ RNA സിന്തസിസ് ഈസ് നോൺ ആസ്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ RNAക്ക് ടെംപ്ലേറ്റ് ആയിട്ട് വരുന്ന സ്ട്രാൻഡിന് എന്താണ് പറയുന്നതെന്നാണ്. ഇതിൽ കോഡിംഗ് സ്ട്രാൻഡ്, ഇൻട്രോൺ, എക്സോൺ, ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, ഇതാണ് ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. കോഡിംഗ് സ്ട്രാൻഡ് നമുക്കറിയാം ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്ട്രാൻഡാണ്. അതുകൊണ്ട് അത് കറക്റ്റ് അല്ല. ഓപ്ഷൻ ബി ഇൻട്രോൺ ആണ്. സി എക്സോൺ ആണ്. ഇത് രണ്ടും ട്രാൻസ്ലേഷന് ശേഷം വരുന്ന ആ RNAയിലുള്ള ഭാഗങ്ങളാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് തന്നെയാണ് ഇതിന് പറയുന്ന പേര്. സോ നമ്മളെല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും കറക്റ്റ് ആൻസേഴ്സാണ് തന്നിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടിരിക്കും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.